നമസ്കാരം പ്രിയ SK മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ ധനുമാസത്തിലെ തിരുവാതിര ആണ്. ധനുമാസത്തിലെ തിരുവാതിര ദിവസം സ്ത്രീകൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട ചില വ്രതങ്ങളെക്കുറിച്ചും സ്ത്രീകൾ പ്രധാനമായി ചെയ്യേണ്ട ചില ആചാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ദീർഘ മാംഗല്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നെടുമാംഗല്യത്തിന് വേണ്ടി സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന വ്രതമാണ് തിരുവാതിര വ്രതം. തിരുവാതിര വ്രതം ചില സ്ത്രീകൾ തിരുവാതിര നാൾ മുതൽ വ്രതം ആരംഭിച്ച് തുടർന്ന് എല്ലാ മാസത്തെ തിരുവാതിര നാൾ വ്രതം അനുഷ്ഠിക്കാറുണ്ട്. അങ്ങനെ വ്രതം അനുഷ്ഠിക്കുമ്പോൾ പ്രധാനമായി തിരുവാതിര ദിവസം മൗനവ്രതമാണ് എടുക്കുന്നത്. തിരുവാതിര ദിവസം മൗന വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. ഭർത്താവിൻ്റെ ദീർഘായുസ്സിനു വേണ്ടിയാണ് ഈ വ്രതം നോക്കുന്നത്. മകയിരം നാളിൽ വ്രതം ആരംഭിച്ച് തിരുവാതിര ദിവസം മൗന വ്രതം ഇരിക്കുന്ന സ്ത്രീകൾ ധാരാളം പേരുണ്ട്. അതുപോലെ തന്നെ പൂർണ്ണമായിട്ടുള്ള ഉപവാസം, മത്സ്യ മാംസാദികൾ പൂർണ്ണമായി ഒഴിവാക്കി, അതായത് ജലപാനം മാത്രമായി ഉപവാസം ചെയ്യുന്നവരുണ്ട്. ചിലർ ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് അരിയാഹാരം കഴിക്കാതെ മറ്റെന്തെങ്കിലും പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ച് വ്രതം നോക്കുന്നവരുണ്ട്. എന്തു തന്നെയായാലും എല്ലാ വ്രതങ്ങളിലും വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു വ്രതമാണ് തിരുവാതിര വ്രതം. ഈ ദിവസം വ്രതമെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും സകലവിധ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നത് മാത്രമല്ല, സാക്ഷാൽ മഹേശ്വരൻ്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ലഭിക്കുന്നതാണ്. ഇന്ന് മകയിരനാൾ, ഇന്നു മുതൽ വ്രതമെടുത്ത് നാളെ പൂർണ്ണമായിട്ടുള്ള ഉപവാസം ചെയ്ത് മറ്റന്നാൾ പുണർദം നക്ഷത്രം ആണ്, മറ്റന്നാൾ വരെ വ്രതം നോക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെ വ്രതം ഇരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കന്യകമാർക്ക് നല്ല വിവാഹ ഭാഗ്യം ലഭിക്കും. അതുപോലെ സുമംഗലികളായിട്ടുള്ള സ്ത്രീകൾക്ക് ദീർഘ സുമംഗലി ഭാഗ്യം കൈവരിക്കും, അല്ലെങ്കിൽ നെടുമാംഗല്യം ഭാഗ്യം കൈവരുന്നതാണ്. പ്രധാനമായി ഈ വ്രതം ഇരിക്കുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്, നാളെ തിരുവാതിരയാണ്. തിരുവാതിര ദിവസം അതിരാവിലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തണം. ശിവക്ഷേത്ര ദർശനം നടത്തി ശിവക്ഷേത്രത്തിൽ നടക്കുന്ന അഭിഷേകങ്ങളിൽ പൂർണ്ണമായി നിങ്ങൾ പങ്കെടുക്കണം. ശിവക്ഷേത്രങ്ങളിൽ നടക്കുന്ന അഭിഷേകങ്ങൾ, എല്ലാ തരത്തിലുള്ള അഭിഷേകങ്ങളും കണ്ട് ആ അഭിഷേക ദർശനം ലഭിക്കുന്നത് തന്നെ വളരെ ഭാഗ്യമാണ്. ആ അഭിഷേക ദർശന വേളയിൽ പഞ്ചാക്ഷരി മന്ത്രം പറയുന്നത് വളരെ നല്ലതാണ്. പാർവതി ദേവിയെ പ്രത്യേകിച്ച് മനസ്സിൽ ധ്യാനിക്കുന്നത് വളരെ നല്ലതാണ്. പാർവതി ദേവി ശിവഭഗവാന്റെ ദീർഘായുസ്സിനു വേണ്ടി വ്രതമിരുന്ന ദിവസമാണ് തിരുവാതിര ദിവസം. ഈ ദിവസം വ്രതമിരിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞു. തിരുവാതിര ദിവസം രാവിലെ, അതിരാവിലെ എല്ലാ ക്ഷേത്രങ്ങളിലും 3 മണിക്ക് തന്നെ നട തുറന്ന് അഭിഷേക ആരാധനകൾ ആരംഭിക്കും. അതിൽ പ്രധാനമായിട്ടുള്ള അഭിഷേകങ്ങൾ ഇതാണ്: എണ്ണ, നെയ്, പഞ്ചഗവ്യം, പാൽ, തൈര്, തേന്, കരിമ്പിൻ നീർ, ഇളനീർ, പനിനീർ എന്നീ ദ്രവ്യങ്ങൾ കൊണ്ടാണ് അഭിഷേകം ചെയ്യുന്നത്. ഈ അഭിഷേക വേളയിൽ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തി ഈ അഭിഷേകങ്ങളെല്ലാം ദർശിക്കുന്നത് വളരെ ഭാഗ്യമാണ്. ഈ അഭിഷേക ദർശനം നിങ്ങൾ ചെയ്യണം.
ക്ഷേത്രത്തിൽ നിന്ന് മറ്റു പൂജകളും കണ്ട് അന്നേ ദിവസം ക്ഷേത്രത്തിൽ തന്നെ ആവുന്ന സമയം അത്രയും ചെലവഴിക്കുന്നത് വളരെ നല്ലതാണ്. തിരുവാതിര ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് ശിവഭഗവാന്റെ ചിത്രത്തിൽ പൂജ പുഷ്പങ്ങൾ അർപ്പിച്ച് ഹാരം അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് ഭാര്യ ഭർത്താവിൻ്റെ കാൽ തൊട്ട് വന്ദിച്ച് അനുഗ്രഹം വാങ്ങി ഭർത്താവിൻ്റെ കൈകൊണ്ട് നിങ്ങളുടെ താലിയിൽ മഞ്ഞൾ കുങ്കുമം തൊട്ടുവച്ച് അതുപോലെ നെറ്റിയിൽ കുങ്കുമം വച്ച് ഭർത്താവിൻ്റെ അനുഗ്രഹം സ്ത്രീകൾ വാങ്ങണം. അത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ ശിവക്ഷേത്ര ദർശനം നടത്താവൂ. ശിവക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ കർമ്മങ്ങൾ ചെയ്യുന്ന വേളയിൽ നിങ്ങൾ ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് വേണം ഈ കർമ്മങ്ങൾ ചെയ്യുക. ഈ കർമ്മം ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദീർഘസുമംഗലി ഭാഗ്യം മാത്രമല്ല സകലവിധ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതാണ്. പ്രധാനമായി ഭർത്താവിൻ്റെ ആയുരാരോഗ്യമാണ് പ്രധാനമായി ഇതിൽ നിന്ന് ലഭിക്കുന്നത്. നെറ്റിയിൽ കുങ്കുമം ചാർത്തി താലിയിൽ കുങ്കുമം ചാർത്തി ഭർത്താവിൻ്റെ അനുഗ്രഹം മേടിച്ചതിന് ശേഷം നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തണം. ശിവക്ഷേത്ര ദർശനം നടത്തി ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് സകലവിധ ഐശ്വര്യവും വരുന്നതാണ്. ഈ കർമ്മം എല്ലാവരും ചെയ്യേണ്ടതാണ്. ഇതൊരു പ്രധാന കർമ്മമാണ്. സ്ത്രീകൾ തിരുവാതിര ദിവസം ചെയ്യേണ്ട പ്രധാന കർമ്മങ്ങളിൽ ഒന്നാണ്. അതിനുശേഷം ശിവക്ഷേത്ര ദർശനം നടത്തി ശിവ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ആ ദിവസം മുഴുവനും വ്രതമിരിക്കുന്നത്, പ്രത്യേകിച്ച് മൗനവ്രതം ഇരിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ശിവഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള എല്ലാവിധ കൃപാകടാക്ഷങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളേവർക്കും നന്ദി, നമസ്കാരം.